ഹലോ, ഇന്നൊരു ചെറിയൊരു ഗെറ്റ് റെഡി തന്നെയാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ വേണ്ടി പോവാണേ. അതിനായിട്ട് ഞങ്ങൾ റെഡി ആവാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഫേസിൽ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യണത്. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ആണ് കേട്ടോ ഫിൽ ചെയ്യണത്. ഇത് ആക്ച്വലി എൻ്റെ കസിൻ ചേട്ടൻ എനിക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഐഷാഡോ പാലറ്റ് ആണ്. ആക്ച്വലി ഇത് ഐഷാഡോ പാലറ്റ് ആണെങ്കിലും ഞാനിത് ഐബ്രോസ് ഫിൽ ചെയ്യാനാട്ടോ കൂടുതലും യൂസ് ചെയ്യാറ്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾ കാണാലോ അല്ലേ. ജോർദാനോ കളേഴ്സ് എന്നാണ് കേട്ടോ ഈ ഒരു കമ്പനിയുടെ പേര്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പേൾ, ഗ്ലിസ്റ്റൺ, ലസ്ട്രസ്, പിന്നെ ഗോൾഡൻ ഗ്ലോറി, മിസ്റ്ററി, പിന്നെ എനിക്ക് പേര് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഡ് നൈറ്റ് കിസ് ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഷെയ്ഡ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലിറ്ററിംഗ് ആയിട്ട് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. മൊത്തം 24 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഐ ഷാഡോ കൊണ്ടല്ല ഐബ്രോസ് എല്ലാം ഫിൽ ചെയ്തതിന് ശേഷം മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചീകി സെറ്റ് ചെയ്യുവാണ്. ഇനി കുറച്ച് പടം വരെ ആവാല്ലേ. ഞാൻ അതിനായിട്ട് ഐടെക്സിൻ്റെ സാധാ ഐലൈനർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ പണ്ടൊക്കെ വാട്ടർ പ്രൂഫിൻ്റെയും പിന്നെ അതുപോലെ നല്ല കൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐലൈനറൊക്കെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ എനിക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പർ ഐലിഡില്ലേ, അതായത് കണ്ണിൻ്റെയും പുരുകത്തിൻ്റെയും ഇടയിലുള്ള കുറച്ച് തൊലികളില്ലേ, അതൊക്കെ എനിക്ക് ഇങ്ങനെ ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണടയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെയാണ് എനിക്ക് കണ്ണ് കഴയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അതെല്ലാം മാറ്റി സാധാ ഐലൈനർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നമുണ്ടോ? ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഓരോ ടൈപ്പ് ഡ്രസ്സിനുണ്ടല്ലോ പല രീതിയിലാണ് കേട്ടോ കണ്ണെഴുതാറുള്ളത്. നമ്മൾ ഇപ്രാവശ്യം നീലക്കുറിഞ്ഞ് കാണാൻ പോലെ, നീലക്കുറിഞ്ഞ് ഓൾറെഡി വയലറ്റ് കളർ അല്ലേ, അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളറിലുള്ള ഒരു ആലിയ കട്ടാണ് കേട്ടോ ഇപ്രാവശ്യം വെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലാസിക് ഐ സ്റ്റൈലാണ് കേട്ടോ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. ചെറിയ രീതിയിൽ വിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഐടെക്സിന്റെ പൊട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. പൊട്ടാണ് കേട്ടോ എൻ്റെ വീക്ക്നെസ്. അതിനുശേഷം ഞാൻ മാഴ്സിന്റെ ലിപ് ലൈനർ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മൾ ഗേൾസിന്റെ ഏറ്റവും ജീവനായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലേ, നമ്മുടെ ലിപ്സ്റ്റിക്. ഞാൻ എപ്പോഴും 2-3 ഷെയ്ഡ്സ് ഒന്നിച്ചാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ 2 സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡാസ്ലറിന്റെ DL C035 എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. അത് ഇത്തിരി ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അടുത്ത ഞാൻ ഒരു റെഡിഷ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ B1ന്റെ വെൽവെറ്റ് ടച്ചിൽ വരുന്ന 107, അതായത് ഡ്രീമി ഡിലൈറ്റ് എന്നാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിന്റെ പേര്. അത് ചെറുതായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു B1 ഉണ്ടല്ലോ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരു 48 hours ഒക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. B1ന്റെ വെൽവെറ്റ് ടച്ച് ലിപ്സ്റ്റിക്കിന് 900 രൂപയാണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ 750 രൂപയുള്ള കേട്ടോ. നമ്മൾ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കിന് 190-200 റേറ്റ് ആണ്. അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വിരലിൽ എക്സസ് ആയിട്ട് വരുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അത് ഞാൻ ഐഷാഡോ ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തുന്ന ആരാന്നറിയോ? നമ്മുടെ വീടിനടുത്ത് 2 ട്വിൻസ് പിള്ളേരുണ്ട് കേട്ടോ. കണ്ണനുണ്ട്, ഉണ്ണിയുണ്ട്. അതിൽ കണ്ണനാണ് കേട്ടോ എന്നെ ശല്യപ്പെടുത്തുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേരും ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. ഞാൻ കുറേ നേരം കണ്ണടയിലൊക്കെ നോക്കി, വലിയ മെച്ചമില്ലെങ്കിൽ ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത സ്റ്റൈലിങ്ങിനായിട്ട് ചെറിയൊരു ഇയറിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലിംഗ് പ്ലസ് ഒരു ക്രോസ് ബാഗ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മിനി സ്യൂട്ട് കേസ് മോഡലാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈലിനെ പറ്റിയതല്ല കേട്ടോ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുന്നും മലയൊക്കെ കയറി പോകണ്ടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബാഗ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലാവുമ്പോൾ എനിക്ക് എൻ്റെ ഫോൺ വെക്കാം, സ്പെക്സ് വെക്കാം, പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് വെക്കാം. ഇത്തവണ ഞാൻ ഫാസ്റ്റ് ട്രാക്കിൻ്റെ കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. മഞ്ഞ കളറിലുള്ള എൻ്റെ ഡ്രസ്സിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ക്രോക്സ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മുടെ നീലക്കുറിഞ്ഞായിട്ടും കൂടെ മാച്ച് ആവുമല്ലോ. അങ്ങനെ അത്യാവശ്യം ഒരുങ്ങിയെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹൈക്കിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ബൈ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളിനി നീലക്കുറിഞ്ഞ് കാണാൻ പോവാണേ. ഇപ്പം ഈ ഹൈ ബൈ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാപ്പുവാണ് കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അനിയനും നമ്മുടെ കസിൻസും വീടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും കൂടെ നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ വേണ്ടി പോവാണ്. ഇടുക്കി ജില്ലയിൽ ഇപ്രാവശ്യം ഒരുപാട് സ്ഥലത്ത് നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം പോയത് കല്യാണത്തണ്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് ഉള്ളത്. ആക്ച്വലി ഇതൊന്നും ഒറിജിനൽ നീലക്കുറിഞ്ഞല്ല കേട്ടോ. ഒറിജിനൽ നീലക്കുറിഞ്ഞി 12 വർഷം കഴിയുമ്പോൾ പൂക്കുന്നതാണ്. ഇതെല്ലാം മേട്ടുക്കുറിഞ്ഞാണ് കേട്ടോ. 7 വർഷം കഴിയുമ്പോൾ പൂക്കുന്നതാണ്. നമുക്ക് ഒറിജിനൽ നീലക്കുറിഞ്ഞി കണ്ടവർക്ക് അറിയാം കേട്ടോ ഇതിന്റെ ഒരു ഡിഫറൻസ്. കാണുമ്പോൾ തന്നെ നമുക്കിത് 2 ഡിഫറൻസ് അറിയാൻ പറ്റേ. കല്യാണത്തിന്റെ മാത്രമല്ല കേട്ടോ, ഇപ്രാവശ്യം പരുതുംപാറയിലും നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. ഞങ്ങൾ 2 സ്ഥലത്തും പോയായിരുന്നു കേട്ടോ. 2 സ്ഥലത്തും നീലക്കുറിഞ്ഞി പൂത്തിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നേ. ഇനിയും ഒരുപാട് പൂക്കൾ പൂക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന്റെ സീസൺ ഒന്നും കഴിഞ്ഞിട്ടില്ല. പോകാൻ ആഗ്രഹമുള്ളവര് ഒട്ടനെ തന്നെ പോയി സ്ഥലമൊക്കെ ഒന്ന് കാണണേ. രണ്ടിൻ്റെതായ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഞങ്ങൾ 2 സ്ഥലത്തും പോയതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാമേ. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.